നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 21. മൂവിങ് ചാർജസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് B0 I ക്യാപ്പ് പ്ലസ് 2 B0 J ക്യാപ്പ് ആണ്. അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം ദ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഈസ് ഗിവൺ 3 I ക്യാപ്പ് പ്ലസ് 5 J ക്യാപ്പ്. ഒരു ചാർജ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യണം. അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് ഉറപ്പായിട്ടും കിട്ടും, Q × V ക്രോസ് B കിട്ടും. അത് എത്രയാണ് തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ഇലക്ട്രോണിൻ്റെ ചാർജ് ആണെങ്കിൽ വാല്യൂ ഓഫ് B0 എന്താണെന്നാണ് ചോദ്യം. വാല്യൂ ഓഫ് B0. സോ ഇക്വേഷൻ നമുക്കറിയാം. F is equal to Q × V ക്രോസ് B ആണ് ഇക്വേഷൻ. Q × V ക്രോസ് B. സോ F is equal to Q എന്ന് പറഞ്ഞാൽ E ആണ്. ഈ F തന്നിട്ടുണ്ട്. F എത്രയാണ്? 5 E K ക്യാപ്പ് തന്നിട്ടുണ്ട്. ചോദ്യം B0, അതായത് മാഗ്നറ്റിക് ഫീൽഡ് B0 എന്നൊക്കെ തന്നിരിക്കുന്നത്, അല്ലാതെ വാല്യൂ തന്നിട്ടില്ല. ആ B0 കണ്ടെത്തില്ല ചോദ്യം. V ക്രോസ് B എത്രയാണ്? V 3 I ക്യാപ്പ് 5 J ക്യാപ്പ്. അതിനോട് ക്രോസ് ചെയ്യണം ആരെ? B0 I ക്യാപ്പ് പ്ലസ് 2 B0 J ക്യാപ്പിനെ. 2 B0 J ക്യാപ്പിനെ. സ്വാഭാവികമായിട്ട് I ക്രോസ് I 0 ആണ്. അപ്പോൾ അത് ചെയ്യണ്ട. അടുത്ത ടൈമിനായിട്ട് ക്രോസ് ചെയ്താൽ 5 E K ക്യാപ്പ് ഈക്വൽ ടു E × എന്താ കിട്ടുക? 3 I ക്യാപ്പ് ക്രോസ് 2 B0 J ക്യാപ്പ്. 3 × 2 6 B0 എന്ന് വരും. I ക്രോസ് J K ആണ്, K ക്യാപ്പ്. ഇനി അടുത്തത് 5 J ക്യാപ്പ് കൊണ്ട് രണ്ടിനെയും ക്രോസ് ചെയ്യുക. രണ്ടിനെയും ക്രോസ് ചെയ്യുമ്പോൾ 5 J ക്യാപ്പിനെ J ക്യാപ്പ് കൊണ്ട് തന്നെ ക്രോസ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് 0 കിട്ടുക. 5 J ക്യാപ്പ് ക്രോസ് B0 I ക്യാപ്പ്. അപ്പോൾ ആൻസർ 5 B0 വരും. J ക്രോസ് I മൈനസ് K ആണ്. സോ ദിസ് ഈസ് മൈനസ് K ക്യാപ്പ്. എന്താണ് ആൻസർ? 5 E K ക്യാപ്പ് ഈക്വൽ ടു ദാറ്റ് ഈസ് F. E × 6 B0 എന്ന് 5 B0 കുറച്ചാൽ B0 തന്നെ, B0 K ക്യാപ്പ്. B0 വെട്ടിപ്പോയി. സോറി, B0 ആണ് കണ്ടുപിടിക്കേണ്ടത്. E വെട്ടിപ്പോയി. സോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും B0 ആരാണ്? 5 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ 5 ആണ്, B0. ജസ്റ്റ് ആ ഇക്വേഷനിലിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ.